ഷീജ, അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട ബി.ജെ.പി നേതൃത്വം തന്നെ വാർത്തകൾ വളച്ചൊടിച്ച CPIM-നെതിരെ തിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ കത്ത് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് ബി.ജെ.പി പ്രവർത്തകരെ സഹായിച്ചെന്നും തിരുമല അനിൽ കുറിപ്പിൽ പറയുന്നുണ്ട്. തിരിച്ചടവ് വൈകി അത് തന്നെയാണ് കൂടുതൽ പ്രതിസന്ധിയിലേക്ക്, തിരിച്ചടവ് വൈകിയിട്ടും കൂടുതൽ നടപടികളിലേക്ക് കടന്നിരുന്നില്ല, അത് തന്നെയാണ് ഈ പ്രതിസന്ധിയിലേക്ക് നയിച്ചതെന്നും അതാണ് ആത്മഹത്യയിലേക്കുള്ള കാരണമെന്നും വ്യക്തമാക്കുന്നുണ്ട്. തീർച്ചയായും ബി.ജെ.പി പ്രവർത്തകരെ സഹായിച്ചത് തന്നെയാണ് ഇത്തരമൊരു പ്രതിസന്ധിയുടെ ആഘാതം കൂട്ടിയത് എന്ന് തന്നെയാണ് ആ കത്തിൽ നിന്നും നമുക്ക് ആത്മഹത്യക്കുറിപ്പിൽ നിന്നും മനസ്സിലാകുന്നത്. കാരണം അതിൽ കൃത്യമായ രീതിയിൽ തന്നെ തിരുമല അനിൽ പറയുന്നുണ്ട്. അതായത് ഞങ്ങളുടെ ആൾക്കാരെ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ഞങ്ങളുടെ ആൾക്കാരെ സഹായിച്ചു. അവർ അവർക്കെതിരെ തുടർ നടപടികൾ സ്വീകരിക്കേണ്ട ഘട്ടത്തിൽ പോലും സ്വീകരിച്ചിരുന്നില്ല. അത് കാരണം പലരും തിരിച്ചടവിന്റെ കാര്യത്തിൽ വലിയ കാലതാമസമാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് എടുത്തു പറയുന്നുണ്ട്. ഇത് ബാങ്കിന്റെ പ്രതിസന്ധി കൂട്ടുന്നതിന് കാരണമായിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി.ജെ.പി സഹായിച്ചിരുന്നില്ല എന്നുള്ളതും ഇതിലൂടെ വ്യക്തമാകുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ CPM-നെതിരെ കാര്യങ്ങൾ തിരിച്ചുവിടാനുള്ളൊരു ശ്രമം ബി.ജെ.പിക്കുള്ളിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ അത് കൃത്യമായ രീതിയിൽ അങ്ങനെയല്ല, കാര്യങ്ങൾ എന്താണ് വസ്തുത എന്നുള്ളത് പുറത്തു വരുന്നതാണ് ഈ ഒരു കത്തിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും ഈ ബാങ്കിന്റെ പ്രതിസന്ധിക്ക് പ്രധാന കാരണമായത് ബി.ജെ.പി പ്രവർത്തകർ തന്നെയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഷീജ, കഴിഞ്ഞ ദിവസം ചില ബി.ജെ.പി പ്രവർത്തകർ തന്നെ പറഞ്ഞു വെച്ചിരുന്നു സഹായിക്കാൻ അവസരമുണ്ടായിട്ടും ചിലർ അതിന് തയ്യാറായില്ല എന്ന്. അത്തരത്തിൽ സഹായിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഒരുപക്ഷെ അനിൽ ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് കടക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ ചില ബി.ജെ.പി പ്രവർത്തകർ തന്നെ പങ്കുവച്ചിരുന്നു. തീർച്ചയായും ഇതിൽ അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ബി.ജെ.പിയുടെ നേതാക്കൾ ആരും തന്നെ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഘട്ടത്തിൽ അനിലിനെ സഹായിച്ചിരുന്നില്ല എന്നുള്ളത് ബി.ജെ.പിയുടെ ചില നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ സഹായിക്കേണ്ടവർ സഹായിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് അത്തരത്തിലൊരു ചിന്ത പോലും അനിലിൽ ഉണ്ടാക്കിയത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇത് അനിലിന്റെ കുടുംബവും അവിടെ വീട്ടിലെത്തുന്ന ബി.ജെ.പിയുടെ പ്രവർത്തകരോട്, ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കളോടടക്കം ഈ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പരസ്യ പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇതിൽ കൃത്യമായ രീതിയിൽ തന്നെ ബി.ജെ.പി നേതൃത്വത്തെ കുടുംബമടക്കം ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ വിഷയത്തിൽ അറിയിച്ചിട്ടുണ്ട്. ആര്യ, വ്യക്തമായി വിശദീകരിച്ചുള്ള അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്ന സാഹചര്യത്തിൽ ഇതിലൊരു മറുപടി നൽകേണ്ടത് ബി.ജെ.പി നേതൃത്വം തന്നെയാണ്. ശക്തമായ ഒരു മറുപടി ജനങ്ങൾക്ക് മുന്നിൽ അവർ പറയേണ്ടിയും വരും, അല്ലേ ഷീജ? തീർച്ചയായും അതിലൊരു തരത്തിലുള്ള സംശയവുമില്ല ആര്യ. കാരണം കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനോട് മാധ്യമപ്രവർത്തകർ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിന് എന്താണ് തെളിവ്, അല്ലെങ്കിൽ ഇതാരാണ് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതിൽ കൃത്യമായ രീതിയിൽ തന്നെ ഇപ്പോൾ ഈ ആത്മഹത്യക്കുറിപ്പിൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിനടക്കം മറുപടി പറയേണ്ടി വരും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. പക്ഷേ ഇനി എന്ത് നിലപാട് അവർ സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രസക്തമാകുന്നത്. അനിലിനെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടായിരുന്നത്. തിരിച്ചടവ് വൈകിട്ടും മറ്റ് നടപടികളിലേക്ക് കടന്നിരുന്നില്ല. മാത്രമല്ല ഈ തിരിച്ചുപിടിക്കാൻ ധാരാളം തുകയുണ്ടായിരുന്നു എന്നതടക്കം ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഒരു പക്ഷേ നേരത്തെ അത് മനസ്സിലാക്കി ഈ ബി.ജെ.പി നേതാക്കൾ തന്നെ അതിനോട് സഹകരിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് ആ കുടുംബം എത്തില്ലായിരുന്നു, അല്ലേ ഷീജ? തീർച്ചയായും ബി.ജെ.പി നേതാക്കളുടെ ഇടപെടൽ, അതായത് നമുക്ക് അനിലുമായി അടുത്ത വൃത്തങ്ങളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിഷയത്തിലെ പ്രതിസന്ധി അത് കൃത്യമായ രീതിയിൽ തന്നെ ബി.ജെ.പി നേതാക്കളെ ധരിപ്പിച്ചിരുന്നു. പക്ഷേ ഒരു തരത്തിലും ഉള്ളൊരു സഹായം ബി.ജെ.പി നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അത്തരത്തിലൊരു സഹായം ലഭിച്ചിരുന്നെങ്കിൽ അനിലിന്റെ ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് അനിലിനോട് അടുത്ത വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ബി.ജെ.പി നേതാക്കൾ കൈവിട്ടത് തന്നെയാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് അനിലിനെ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരനെ രോക്ഷാകുലനാക്കിയതും ഇതേ വാർത്തയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മുടെ മാധ്യമപ്രവർത്തക സുലേഖ ശശികുമാർ ചോദിച്ചതും. തിരുമല അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. പക്ഷേ ആ ചോദ്യത്തോട് ആക്രോശിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. വ്യക്തമായ മറുപടിയൊന്നും അദ്ദേഹം പറയാതെ CPIM-നെതിരെ വാർത്ത വളച്ചൊടിക്കുന്ന രീതിയും നമ്മൾ കണ്ടിരുന്നു. ഒരുപക്ഷെ ഇതിപ്പോൾ ഈ കത്തടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രതിരോധത്തിലാവുകയാണ് ബി.ജെ.പി നേതൃത്വം.
തീർച്ചയായും പ്രതിരോധത്തിലാകുകയാണ് BJP നേതൃത്വം എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം ആ രീതിയിലാണ് BJPയുടെ ഭാഗത്തു നിന്നും ഈ ഒരു വാർത്ത വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ നീക്കം നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു കത്ത്, ഈ ഒരു ആത്മഹത്യാക്കുറിപ്പ് ഇതിലൂടെ വ്യക്തമാക്കുന്നു BJP നേതാക്കൾ തന്നെയാണ്, BJP പ്രവർത്തകർ തന്നെയാണ് തിരുമല അനിലിന്റെ ആത്മഹത്യക്ക് കാരണം എന്നുള്ള കാര്യം. ആര്യ.